നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ദിവീഷ് ഇതിൽ ഏറ്റവും പെട്ടതായി കാണുന്നത് പ്രധാന വില്ലന്റെ പേര് ബജ്രംഗി എന്ന പേര് ഒന്നുകിൽ ആ പേര് മ്യൂട്ട് ചെയ്യും അല്ലെങ്കിൽ ആ പേരിന് പകരം മറ്റൊരു പേര് ഉപയോഗിക്കും എന്നുള്ളതാണ് അറിയുന്നത്. രണ്ടാമത്തേത് സ്ത്രീകൾക്ക് നേരെ അതിക്രമം കുറച്ചധികം സമയം കാണിക്കുന്നുണ്ട്. ആ സമയം വെട്ടിക്കുറയ്ക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണമായി ഒഴിവാക്കുകയോ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. മൂന്നാമത്തത് ഈ പറയപ്പെടുന്ന ഒരു കലാപത്തിന്റെയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ഈ സിനിമയിൽ പല ഭാഗങ്ങളിലായി കാണിക്കുന്നുണ്ട്. ഇത് ഗുജറാത്ത് കലാപത്തെ തെറ്റായി ചിത്രീകരിച്ചിരിക്കുകയാണെന്ന രീതിയിലുള്ള വിമർശനവും പ്രതിഷേധവുമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം ഉയർന്നത്. ആ പശ്ചാത്തലത്തിൽ ഈ കലാപവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളെ വീണ്ടും എഡിറ്റ് ചെയ്ത് മറ്റു രീതിയിൽ അവതരിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. 17 ഭാഗങ്ങൾ വരെ 17 രംഗങ്ങൾ വരെ ഒരു പക്ഷേ റീ എഡിറ്റ് ചെയ്തേക്കാം എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്നാലും ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ പ്രതികരണം വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ഏറ്റവും ഒടുവിൽ നമുക്ക് അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരം അനുസരിച്ച് എന്തായാലും ഈ റീ എഡിറ്റ് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. എമ്പുരാന്റെ തിങ്കളാഴ്ചയ്ക്ക് ശേഷം ഒരു പക്ഷേ എമ്പുരാന്റെ ഇതുവരെ നമ്മൾ കണ്ട പതിപ്പ് നമ്മൾ പ്രേക്ഷകർ ഒന്നടങ്കം സ്വീകരിച്ച ആ പതിപ്പായിരിക്കില്ല.